ഏതായാലും PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുകയാണ് സാംസ്കാരിക നായകർ. എത്രയും വേഗം കരാറിൽ നിന്ന് പിൻവാങ്ങണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് നിവേദനം നൽകിയിരിക്കുന്നു. K. സച്ചിദാനന്ദൻ, സാറ ജോസഫ് അടക്കമുള്ള 76 സാംസ്കാരിക നായകരാണ് നിവേദനത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ലെബി സജീന്ദ്രൻ ചേരുന്നു. ലെബി സജീന്ദ്രൻ, ഈ കരാർ ഒപ്പിട്ടപ്പോൾ തന്നെ സാറ ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഫേസ്ബുക്കിൽ രൂക്ഷ വിമർശനങ്ങളുമായി എത്തിയതാണ്. ഇതിപ്പോൾ സാംസ്കാരിക നായകർ ഒന്നടങ്കം തീരുമാനത്തിനെതിരെ രംഗത്തെത്തുന്നതാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും വിനീത, ഇത്ര രൂക്ഷ വിമർശനം സമീപകാലത്തൊന്നും സാംസ്കാരിക നായകർ ഒരുമിച്ച് നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിയിട്ടില്ല. കരാറിൽ നിന്ന് പിൻവാങ്ങണം, ഇത്തരത്തിൽ കരാറിൽ ഒപ്പുവെച്ചതിനു ശേഷം ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കേന്ദ്ര സർക്കാരിന്റെ ഭീഷണിക്ക് മുന്നിൽ നാണംകെട്ട കീഴടങ്ങലാണ് നടത്തിയിരിക്കുന്നത്. ഈ കീഴടങ്ങലിന് തയ്യാറായ സംസ്ഥാന സർക്കാർ ഫെഡറലിസത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയെടുക്കാൻ കേന്ദ്രത്തിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ള രൂക്ഷ വിമർശനമാണ് ഈ പ്രസ്താവനയിലുള്ളത്. സംസ്ഥാന സർക്കാർ ഈ നയപരമായ മാറ്റം എവിടെയും ചർച്ച ചെയ്തല്ല തീരുമാനിച്ചത്. സംസ്ഥാന മന്ത്രിസഭയെ തന്നെ ഇരുട്ടിൽ നിർത്തുകയായിരുന്നു. മന്ത്രിസഭ മാറ്റിവെച്ച പദ്ധതിയുടെ ധാരണാപത്രത്തിലാണ് വകുപ്പ് സെക്രട്ടറി ഒപ്പുവച്ചിരിക്കുന്നത്. ഇത് ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തലാണ്. ഈ കളങ്കിതമായ ധാരണാപത്രം വഴി കൈവരുന്ന 1500 കോടി രൂപയേക്കാൾ വിലയുണ്ട് നാം ഉയർത്തിപ്പിടിച്ചു പോരുന്ന മൂല്യങ്ങൾക്ക് എന്ന് വളരെ രൂക്ഷമായി തന്നെ ഇതിൽ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ പ്രസ്താവനയിൽ ഒപ്പുവച്ചിരിക്കുന്നത് K. സച്ചിദാനന്ദനും സാറ ജോസഫും അടക്കം 76 സാംസ്കാരിക നായകരാണ് വിനിത. ശരി, അവരുടെ നിലപാട് ശക്തവുമാണ്. ലെബി സജീന്ദ്രൻ വിവരങ്ങൾ നൽകിയത്.